ശ്രീജിത്ത് സാർ നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് പിന്തുണയുമായി രംഗത്ത് വരുന്നത്. ഇന്ന് നടി രഞ്ജിനി അടക്കമുള്ള ആളുകൾ ഇവർക്ക് പിന്തുണയുമായി അവിടെ എത്തിയിരുന്നു, സമരപന്തൽ സന്ദർശിച്ചു. പക്ഷേ ഈ ഹൈക്കോടതിയിലെ ഗവൺമെന്റിന്റെ വക്കീലന്മാർക്കൊക്കെ പണം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ സാലറി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയേക്കാളും പ്രധാനമന്ത്രിയേക്കാളും വലിയ പൈസയാണ് ശമ്പളമായിട്ട് PSCയുടെ ചെയർമാന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളുടെ എല്ലാം സാലറി സർക്കാർ വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ മാത്രം സർക്കാരിന് പരിമിതിയുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന് പ്രധാനമായി പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്, ആശാ വർക്കർമാരെ നിയമിക്കുന്നത് കേന്ദ്രമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് പല ഇടതുപക്ഷ നേതാക്കളും സ്വീകരിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായും ശരിയാണോ? ഈ കേന്ദ്രത്തിൻ്റെ വിഹിതം കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് സംസ്ഥാന സർക്കാർ അതിൻ്റെ ഭാഗമായി അവരുടെ വിഹിതത്തിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ്, പ്രശ്നങ്ങളാണ് എന്ന നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് എളമരം കരീം ഈ ഒരു ആശാവർക്കർമാരുടെ സമരത്തെ വളരെ വലിയ രീതിയിൽ ആക്ഷേപിച്ചു. അതായത് ഈ പാട്ടപ്പിരിവ് നടത്തുന്ന ആളുകളാണ് ഇതിന് പിന്നിലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPM എന്ന് മുതലാണ് പാട്ടപ്പിരിവിനെതിരായത് എന്നൊരു ചോദ്യവും കൂടെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണോ ഒരു തൊഴിലാളി വർഗ പാർട്ടി ഈ സമരത്തെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്? പാർത്ഥൻ നമസ്കാരം. ഈ CPM എത്രത്തോളം തൊഴിലാളി വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ കൃത്യമായി കാണിച്ചു തരുന്ന ഒരു വിഷയത്തിലുള്ള രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ആശാവർക്കർമാർ ഇങ്ങനെ ഒരു പരസ്യമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന സാഹചര്യം. രണ്ട്, എളമരം കരീമിനെ പോലെയുള്ള ആൾക്കാരുടെ ആ സമരത്തിനെ ഏത് രീതിയിലാണ് അവർ കാണുന്നത് എന്ന രീതിയിലത്തേക്കുള്ള പ്രതികരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരോഗ്യരംഗത്തെ നമ്പർ 1 കേരളം എന്നാണ് എല്ലായ്പ്പോഴും പറയുക. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ നമ്മളെ നമ്പർ 1 ആക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടുകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പല നയങ്ങളും നടപ്പാക്കുന്നത് ഗ്രൗണ്ട് ലെവലിൽ ആശാവർക്കർമാർ വഴിയാണ്. അപ്പോൾ ആശാവർക്കർമാരുടെ നമ്മുടെ സമൂഹത്തിനോടുള്ള, വ്യക്തിപരമായി നമ്മളോട്, നമ്മുടെ കുടുംബങ്ങളോട്, മൊത്തത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനോട് ഒക്കെയുള്ള കമ്മിറ്റ്മെൻറ്റിനെ പറ്റി നമ്മുടെ നാട്ടിൽ ആർക്കും തന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ തന്നെ അഭിപ്രായം പറയാം. കാരണം ഇവരെല്ലാവരും തന്നെ പലതരം സാഹചര്യങ്ങളിൽ നമ്മുടെ വീടുകളിൽ വരുന്നു, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്നു. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എങ്കിൽ അത് കൃത്യമായി ഡീൽ ചെയ്യുന്ന ആൾക്കാർ ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സേവനത്തിനെ, അത് ഒരു സേവനം തന്നെയാണ്, നമ്മളതിന് പേ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇറ്റ്സ് എ സർവീസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് കൃത്യമായ രീതിയിലത്തേക്കുള്ള ശമ്പളം കൊടുക്കുന്നില്ല. നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 9,000 ചില്ലറ രൂപയാണ് ഇവർക്ക് ഒരു മാസം കിട്ടാൻ അർഹതയുള്ളത്. അതിൽ തന്നെ 7,000 രൂപ സംസ്ഥാന സർക്കാർ ഓണറേറിയം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക, ശമ്പളമല്ല. അതേപോലെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ഇൻസെൻറ്റീവാണ്. കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതേപോലെ തന്നെ കൊടുക്കാറുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇതേപോലെ തന്നെ ഒരു വലിയ പോർഷൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടത്. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 9,000 രൂപ 3 മാസമായിട്ട് ഈ 9,000 രൂപ വീതം കിട്ടേണ്ടത് മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവരുടെ വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇത് ഞങ്ങൾക്ക് കൃത്യസമയത്തിന് നൽകണം എന്നുള്ളത്. ഒപ്പം ഈ തുക വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവർക്ക് കിട്ടുന്നത് എത്ര? 30 ദിവസവും ഒരു ജോലിക്ക് പോയാൽ പോലും അവർക്ക് ഒരു ദിവസം കിട്ടുന്നത് 300 രൂപയാണ്. ഇതിൽ തന്നെ പല പല കാര്യങ്ങളും നോക്കിയതിന് ശേഷം ഇത് മീറ്റ് ചെയ്തില്ല, അത് മീറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 10 ക്രൈറ്റീരിയയ്ക്ക് 700 രൂപ വെച്ചിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ കുറവ് വരുത്തുന്നതിനുള്ള അധികാരവും ഈ പണം നൽകുന്ന ആൾക്കാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പരമാവധി ഒരു ദിവസം 300 രൂപ മാത്രം കിട്ടാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് ഏറ്റവും കൂടുതൽ നാണക്കേടായിട്ട് അനുഭവപ്പെടേണ്ടത് തൊഴിലാളി വർഗ പാർട്ടിക്കാണ്. ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് CPMന് കേരളത്തിനുള്ള വ്യത്യാസം, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ, അവരുടെ വേതനമൊക്കെ തന്നെ കൃത്യമായി കണക്ക് പറഞ്ഞ് സമരം ചെയ്ത് നേടിയെടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. BJPയോ കോൺഗ്രസോ ഒന്നും ആ രീതിയിലല്ലല്ലോ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ പ്രതിദിനം 300 രൂപ മാത്രം പരമാവധി ശമ്പളം കിട്ടാവുന്ന രീതിയിലത്തേക്ക് ഒരു വലിയ വിഭാഗം ആൾക്കാർ, 25,000-ന് മുകളിലുള്ള ആൾക്കാർ ജോലി ചെയ്യുകയാണ്. CPMന് നാണക്കേട് തോന്നുന്നില്ല? CPMുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ മറ്റ് തൊഴിലാളി വർഗ സംഘടനകൾക്ക് അത് നാണക്കേടായിട്ട് തോന്നുന്നില്ല? ഈ നമ്മുടെ നാട്ടിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പൊതുവെ വലിയ രീതിയിലത്തേക്കുള്ള ദിവസവേതനം പോലും കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് കേവലം 300 മാത്രം ഇവിടെ ആൾക്കാർക്ക് കിട്ടുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി കൂടുതൽ, അല്ലെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി കിട്ടുന്നുണ്ട് എന്ന് നമുക്കറിയാം. സ്കിൽഡ് ലേബർ ആണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവർക്ക് കേവലം 300 രൂപ. 2,
ഇവർ ചോദിക്കുന്ന ന്യായമായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് 21,000 രൂപയായിട്ട് ശമ്പളം വർദ്ധിപ്പിക്കാനാണ്. അത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നില്ല. എന്നാൽ പോട്ടെ 7,000 എന്ന് പറഞ്ഞു 10,000 എങ്കിലും ആക്കാമെന്ന് പറയുന്നില്ല എന്ന് തന്നെയല്ല 3 മാസത്തേത് കൊടുക്കുന്നുമില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പിന്നെ അവർ പറഞ്ഞ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ വേണം എന്നതാണ്. അപ്പോൾ ഇവർ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സേവനം, ആ സേവനം എത്രത്തോളം വലുതാണെന്ന് ബോധ്യമുള്ള ആളിന് ഇവർ ചോദിക്കുന്ന വില കൂടുതലൊന്നും അല്ല എന്ന് മനസ്സിലാകും. 21,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പ്രതിദിനം 1,000 രൂപ ഇല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം, ദിവസം 300 കിട്ടുന്നിടത്ത് 700 തരുമോ എന്ന് മാത്രമാണ് അവർ ചോദിക്കുന്നത്. അത് നൽകുന്നതിന് പകരം ഇത് മുഴുവൻ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നമ്മളോട് ഇതിനെപ്പറ്റി ന്യായീകരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഒന്നാമത്തെ നുണയുടെ ക്യാപ്സൂൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റിൻ്റെ കമ്പോണൻ്റ് കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നാണ്. ആന്ധ്രാപ്രദേശും സിക്കിമും ഒക്കെ 10,000 രൂപ 5 അക്കം കൊടുക്കുന്നുണ്ട് എന്ന് ഇതിനോടകം തന്നെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും യാതൊരു സങ്കോചവും കൂടാതെ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഞങ്ങളാണ് എന്നാണ്. അപ്പോൾ അതൊരു നുണ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ 10,000 എങ്കിലും കൊടുത്ത് അതിനോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാനെങ്കിലും ശ്രമിക്കണം. ആ ശ്രമമില്ല. 2, ഇവരുടെ ഇത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സമരമല്ല എന്ന രീതിയിലേക്ക് പറയുകയാണ് ചില ആൾക്കാർ, അല്ലേ? ചില ആൾക്കാർ ഇത് ചെയ്യുന്നു, അതും ഈ പറഞ്ഞതുപോലെ പാട്ടപ്പിരിവുകാരുടെ പിന്തുണയോടുകൂടി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. ഈ പാട്ടപ്പിരിവ് വഴി, ബക്കറ്റ് പിരിവ് വഴി ഒക്കെ തന്നെ അധികാരത്തിൽ വന്നിരിക്കുന്ന, അങ്ങനെ വളർന്നു വന്നിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അഥവാ ഏതെങ്കിലും പാട്ടപ്പിരിവുകാരോ ബക്കറ്റ് പിരിവുകാരോ ആണ് ഇതിന് പിന്നിലെങ്കിൽ പോലും ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അത്ര മോശമാണോ ഇങ്ങനെ ഒരു പബ്ലിക് കോസിന് വേണ്ടിയിട്ട്, ഒരു സമരത്തിന് വേണ്ടിയിട്ട് ആൾക്കാരിൽ നിന്ന് പിരിവെടുത്തതിന് ശേഷം അതിൻ്റെ സാമഗ്രികളും അതിൻ്റെ സമരക്കോപ്പ് കൂട്ടുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പിരിവെടുക്കുന്നത് എന്നു മുതലാണ് ഈ പാർട്ടിക്ക് നിന്ദ്യമായി മാറിയത്? CPM ഇന്ന് ഒരുപക്ഷെ വളരെ ഫിൽത്തി റിച്ച് പാർട്ടി എന്ന രീതിയിലത്തേക്കൊക്കെ കരുതുന്ന ആൾക്കാരുണ്ടാകും. നമ്മൾ ഓഡിറ്റഡ് കണക്കൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണമുള്ള പാർട്ടികളിൽ ഒന്ന് തന്നെയാണ് താനും. പക്ഷേ അതിൻ്റെ തുടക്കകാലത്തെങ്കിലും ഏറ്റവും കൂടുതൽ പണം അവർക്ക് കിട്ടിയിരുന്നത് ഈ രീതിയിലത്തേക്കുള്ള പിരിവുകൾ വഴിയാണ്. അപ്പോൾ പാട്ട കൊട്ടി അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നത് മറന്നുകൊണ്ട് ഇന്ന് അങ്ങേയറ്റത്തെ മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവന വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലജ്ജ തോന്നേണ്ടത് ഈ രീതിയിലത്തേക്കുള്ള പ്രസ്താവന നടത്തുന്ന നേതാക്കന്മാരെ ഓർത്താണ്. അവർ പ്രതിനിധീകരിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ള ഒരു ചിഹ്നത്തെയാണ് എന്നതാണ്. തൊഴിലാളികളുടെ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുകയും അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് മെനക്കെടാതിരിക്കുകയും അവരെ കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും അവരെ അത്രമേൽ അപഹസിക്കുകയും ചെയ്യുന്ന രീതിയിലത്തേക്ക് ഇന്നത്തെ കമ്മ്യൂണിസം മാറിയിരിക്കുകയാണ് എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം ന്യായമായിട്ടുള്ള ഒരു അവകാശം അവർ പറയുമ്പോൾ അതിനോടൊപ്പം നിൽക്കാനായിട്ട് CITU എന്ന് പറയുന്ന സംഘടനയെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. മറിച്ച് മറ്റുള്ള പല ആൾക്കാരും, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും കാര്യമായിട്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. നമ്മളിപ്പോൾ പറയുമ്പോൾ പോലും മറ്റുള്ള തരത്തിലുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരോ ഒക്കെ തന്നെ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുക എന്നുള്ളതാണ് അടുത്ത നമ്പർ. കേന്ദ്ര സർക്കാരിന് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന കണക്കുകൾക്കനുസരിച്ച് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പണം കൊടുക്കുക. അത് തന്നെയുമല്ല ഒരു സംസ്ഥാനത്തിലെ എല്ലാ സംസ്ഥാനത്തിലെയുമാണ് കൊടുക്കുന്നത്. ഇനി അഥവാ അവരുടെ ഭാഗത്ത് നിന്ന് ഈ 2,000 രൂപ കിട്ടുന്നതിന് താമസമുണ്ട് എങ്കിൽ പോലും ശരി, കേന്ദ്ര സർക്കാരിനെ ബ്ലെയിം ചെയ്തോളൂ. പക്ഷേ ഈ 7,000 രൂപ കിട്ടുന്നതിന് നിങ്ങൾ മറ്റേ 2,000 രൂപ കിട്ടിയിട്ടേ കൊടുക്കൂ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ 3 മാസത്തെ കണക്ക് വെച്ചിട്ടാണെങ്കിലും കേന്ദ്ര സർക്കാർ 6,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് വേണമെങ്കിൽ ഇവർക്ക് വാദിക്കാം. പക്ഷെ അപ്പോഴും 21,000 രൂപ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത്, ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞെന്താ, ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, സംസ്ഥാനം ധനപ്രതിസന്ധിയെ തരണം ചെയ്തു കഴിഞ്ഞു എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ പണം ഇവിടെ ഒഴുകുകയാണ് എന്നാണ് അതിനർത്ഥം. അങ്ങനെയൊന്നും അല്ല എന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതല്ല എങ്കിൽ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞതാണ് സത്യമെങ്കിൽ ഇവരെ അത്രത്തോളം നിന്ദയോടുകൂടിയാണ് ഇവരുടെ സമരത്തിനെ കാണുന്നത്. നിങ്ങൾ എന്തിനു പ്രതിഷേധിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ശ്രീ എളമരം കരീം അടക്കമുള്ള നേതാക്കന്മാരുടെ നാക്കിൽ നിന്ന് വരുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ നിന്ദയല്ലേ. അതല്ലാതെ ഇവിടെ ധനപ്രതിസന്ധി ഉള്ളത് കൊണ്ട് ഞങ്ങൾ നൽകുന്നില്ല, ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ആശമാർ തിരിച്ചു വിട്ടിപ്പോവും. അങ്ങനെ പോവുകയല്ല, മറിച്ച് നിങ്ങളുടെ സമരം ലെജിറ്റിമേറ്റ് അല്ല, നിങ്ങളുടെ പിന്നിൽ മറ്റു ചില ആൾക്കാരുണ്ട്, അതിൽ പാട്ട കൊട്ടുന്ന ആൾക്കാരുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിരിവുകാരും മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാരുമായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പിന്നിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്രീ എളമരം കരീമിനെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് മറ്റു ചില സമരങ്ങൾ നടന്നിരുന്നു. കർഷക സമരം ഉൾപ്പെടെ ഡൽഹിയിൽ കർഷക സമരം ഉൾപ്പെടെ നടന്നിരുന്ന സമയത്ത് CPM ആ സമരത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ, BJP ഇവരെല്ലാവരും തന്നെ അന്ന് പറഞ്ഞിരുന്നത് എന്താണ്, ഇത് സ്പോൺസേഡ് സമരമാണ്,
ഈ സമരത്തിന് പിന്നിലുള്ളത് ഇടനിലക്കാരാണ് എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ആ വാദം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറായോ? ഇല്ല. ഇടനിലക്കാരായിട്ടുള്ള ആൾക്കാർക്കായിരുന്നു ആ കാർഷിക നിയമങ്ങൾ ഇവിടെ നടപ്പാക്കുകയാണെങ്കിൽ നഷ്ടമുണ്ടാകുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമരം സ്പോൺസർ ചെയ്യാൻ അവർക്ക് വേണമെങ്കിൽ സാധിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നിരിക്കെ അങ്ങനെ ഇടനിലക്കാരുണ്ട് ഇതിലെന്ന് പറഞ്ഞിരുന്ന സമയത്ത് കർഷകരെ അപമാനിക്കുന്നേ എന്ന് പറഞ്ഞിരുന്ന കൂട്ടരാണിവർ. എന്നിട്ട് ഇന്നിവരെന്താ പറയുന്നത്? ഏറ്റവും തുച്ഛമായിട്ടുള്ള, അതായത് 9,000 രൂപ നിങ്ങൾക്ക് ഒരു കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് കഴിയില്ല, ദാരിദ്ര്യം അപ്പോഴും ഉണ്ടാകും എന്നുള്ള അവസ്ഥ ഇവിടെ മുന്നിൽ നിൽക്കെ അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരോട് ആ പണം കൊടുക്കുന്നില്ല, അവർ ജോലി ചെയ്തതിൻ്റെ കൂലി കൊടുക്കുന്നില്ല എന്നത് മാത്രമല്ല നിന്ദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പ്രസ്ഥാനം വളർന്നത് എന്തിൻ്റെ പേരിലാണ് ഇവർക്ക് ഈ അരിവാളും ചുറ്റുകയും ഇവരുടെ ചിഹ്നത്തിൽ വന്നത് എന്നതിനെപ്പറ്റി ഇവർ ആലോചിക്കണ്ടേ? ഏറ്റവും അടിസ്ഥാന വിഭാഗമായിട്ടുള്ള തൊഴിലാളി വർഗമാണ്. അവർക്ക് കൂലി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പാടത്ത് ജോലി, വരമ്പത്ത് കൂലി എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ടിപ്പോൾ വരമ്പത്തല്ല, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങൾ കുടിൽ കെട്ടി സമരം ചെയ്തു കഴിഞ്ഞാലും 3 മാസം കഴിഞ്ഞാലും നിങ്ങൾ പാട്ട കൊട്ടി പിരിവ് നടത്തുന്ന ആൾക്കാരാണ് നിങ്ങളുടെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങളെ പോലും സംരക്ഷിക്കാൻ തയ്യാറാകാത്ത ആൾക്കാരെ നിങ്ങൾ ഇനി എങ്ങനെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്? ഇവരെങ്ങനെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനമാകുന്നത്? അപ്പോൾ ഇവര് സാധാരണ രീതിയിലുള്ള വലതുപക്ഷ പ്രസ്ഥാനമൊന്നുമല്ല, ക്യാപിറ്റലിസത്തിന്റെ അങ്ങേ മൂർത്തമായിട്ടുള്ള ഏതോ ഒരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി ഇതിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ സാമൂഹ്യ വികാരം ഉണ്ടാകണം. അതുണ്ടായെങ്കിൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം ലെജിറ്റിമേറ്റ് ആണ്. അവരാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഏറ്റവും മര്യാദ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് നമുക്ക് മാനസികമായിട്ടാണെങ്കിലും നമുക്ക് ഒരു ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അവരോടൊപ്പം അല്ലാതെ മറ്റൊരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും. എന്തായാലും ബംഗാൾ ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഈ ആശാ വർക്കർമാർ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപയാണ് നൽകുന്നത് എന്നുള്ള സത്യം കൂടെ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാർ PSCയുടെ ചെയർമാന് ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന, അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന, KV തോമസിന് ഡൽഹിയിൽ പോയി അവിടെ മീഡിയേറ്റർ ആവാൻ വേണ്ടിയുള്ള അലവൻസ് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന സർക്കാരിന് ഈ പറയുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് മാത്രം സാലറി കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നതും ഒരു ദുര്യോഗം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.